Hi friends, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ചെറിയ ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗാ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചേട്ടൻ പറഞ്ഞു ഫ്രിഡ്ജ് മേടിക്കണം. ഫ്രിഡ്ജ് ഞങ്ങൾക്കുള്ള ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. പക്ഷേങ്കിൽ അതിനകത്ത് ഫ്രീസറിൻ്റെ ആ ഒരു പോർഷൻ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കേണ്ട ഐറ്റംസ് ഒക്കെ വെക്കാൻ നോക്കുമ്പോൾ അത് ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ പോയ സമയത്ത് ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് നമ്മൾ, അതായത് ഇപ്പോൾ വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടേക്കണ പോലത്തെ അങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് നമ്മൾ അന്ന് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ രീതിയിൽ വാങ്ങിക്കാൻ പറ്റിയത് വാങ്ങിച്ചു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തൊരു ചെറിയ ചേഞ്ച് വരുത്തുമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീസറിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് വലിയതായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പുതിയ മോഡൽ. അതെ. അപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ എന്താ പറയുക, ഓൺലൈനിലൊക്കെ നോക്കി കണ്ടു. എങ്കിലും ഷോപ്പിൽ പോയി നമ്മൾ നോക്കി കറക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ കൂടുതലും നല്ലത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ പറയാമല്ലോ. ഓൺലൈനൊക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നമുക്ക് കൂടുതൽ സൗകര്യമില്ല. അപ്പോൾ 5 വരുന്നില്ലേ ഞാനും ചേട്ടനും കൂടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിന്ന് 2 വീലറിനാട്ടോ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരുവിധം നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഇല്ലാതെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് ഈവനിങ് ടൈമിലാണ്. പിന്നെ ഞങ്ങളുടെ മെയിൻ മാർക്കറ്റിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഫ്രിഡ്ജ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോകുന്നത്. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾക്ക് വേണ്ട ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നാട്ടോ ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ ഈ ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് മുതലേ നല്ല പരിചയമുള്ളൊരു ഷോപ്പാണ്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരുവിധം ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ LGയുടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി വാങ്ങിയത്. അപ്പം അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് കാണുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ നമ്മളെ പലതും കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫ്രീസറിൻ്റെ സ്പേസും ഫ്രിഡ്ജിൻ്റെ സ്പേസ് കാര്യങ്ങളെല്ലാം അവർ തുറന്ന് കാണിച്ചു തന്നു, അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ അവർ വേറെ ഫ്രിഡ്ജ് ഉണ്ട്, നമുക്ക് വേറെ ഫ്രിഡ്ജ് കാണാം. അപ്പോൾ ഫ്രീസറിൻ്റെ പോർഷൻ കൂടുതലായിട്ടുള്ളത് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ അവർ മാറ്റി ഫ്രീസർ വലുതായിട്ടുള്ള അങ്ങനത്തെ ഫ്രിഡ്ജ് കാണിച്ചിട്ടാന്ന് പറഞ്ഞതാ, അത് കാണിക്കാൻ പോവാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ട പോലത്തെ തന്നെ ഇവിടെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ്, 653 ലിറ്റേഴ്സിൻ്റെയാണ്. ഇത് കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൻ്റെ പോർഷനും കൂടെ ഫ്രിഡ്ജ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജാക്കി നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് 1 ഇയർ ആണ്. പക്ഷേ കംപ്രസറിൻ്റെ വാറണ്ടി 20 വർഷം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിനെ പറ്റിയുള്ള അഡ്വാൻറ്റേജസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജൊക്കെ കാണിച്ചിരുന്ന ചേട്ടനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. इसको होल्ड करके रखेंगे ना, यहाँ जब पावर में लगेगा तो लाइट जल जाती है. वो दोनों एरिया का कवर करता है. वो यहीं से है, जो कंट्रोल पैनल है वो यही है. अच्छा, यहीं से होगा ये. तो इसको क्या करना है? इसको होल्ड करना है 3 सेकंड के लिए, तो वो आपका कन्वर्ट हो जाएगा. अगेन आपको रिमूव करना है कन्वर्टेबल से. 3 सेकंड फिर होल्ड करेंगी आप, तो वहाँ से रिमूव हो जाएगा. अभी कैसे पता चलेगा? लाइट जलेगी ना इसमें. अच्छा, इसमें लाइट जलेगी. हाँ, उसमें लाइट जलेगी, सिंबल बन के आता है. मैं जो लड़का भेजूंगा ना वो पावर में लगाएगा, पावर इसके अंदर आएगा. प्रैक्टिकल आपको डेमो दे के बताएगा. यहाँ तो पावर नहीं लगता है, घर पे आपको पावर लगाएगा, प्रैक्टिकल देखिए. 1 ईयर कंप्लीट होता है. बाकी इसका जो कंप्रेसर है उस पर 20 ईयर की रिप्लेसमेंट जिम्मेदारी. कंप्रेसर यहाँ देखिए मेंशन है, तो वैसा नहीं सिर्फ बोल रहा है. ये देखिए 20 ईयर कंप्रेसर वारंटी है. ഈ ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെജിറ്റബിൾ ബോക്സ് പുറത്തേക്ക് വലിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഏറ്റവും അടിയിലത്തെ തട്ടും കൂടെ കൂട്ടി വലിക്കണം. അപ്പോൾ അത് നമുക്ക് ആ ചേട്ടൻ കാണിച്ചു തരായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞു തരായിരുന്നു. പിന്നെ ഫ്രീസറിലായാലും നമുക്ക് 2 ബോക്സുകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഇതിന് പവർ പ്ലഗ് ആണോ അതോ നോർമൽ പ്ലഗ് ആണോ വേണ്ടതെന്നാണ്. അപ്പോൾ അത് അവർ ആ ഡൗട്ട് ക്ലിയർ ആക്കി തന്നു. നോർമൽ പ്ലഗ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കുത്തേണ്ടത്, അപ്പോൾ പവർ പ്ലഗിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തായാലും ഇത് തന്നെ വാങ്ങിക്കാം
ചെയ്യാമെന്ന് അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോൾ അങ്ങനെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 71,500 ആണ് ഇതിൻ്റെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ റേറ്റ് കേട്ടോ. അങ്ങനെ എൻ്റെ കുറേ നാളായിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരാഗ്രഹം അങ്ങനെ ഇന്ന് സാധിച്ചു. അപ്പോൾ അങ്ങനെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവർ ഫ്രിഡ്ജ് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചോളാന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരണം. ഓക്കെ, താങ്ക് യു. ഇപ്പം ഞങ്ങൾ താങ്ക് യു ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നത് ഞങ്ങളുടെ എക്സ് സ്റ്റുഡൻറ്റിനോടാണ്. അപ്പോൾ അവരുടെ ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയമായപ്പോഴേക്കും തന്നെ നല്ല പോലെ തന്നെ സന്ധ്യയായിട്ടോ, രാത്രിയായി. അപ്പോൾ അഞ്ചുമോളാണെങ്കിൽ അവിടെ വെയിറ്റിങ്ങിലാണ് എങ്ങനത്തെ ഫ്രിഡ്ജാണ് വാങ്ങിച്ചുകൊണ്ട് വരണേ. ഓൺലൈനിലൊക്കെ കാണിച്ചൊക്കെ കൊടുത്തായിരുന്നു, എന്നാലും വീട്ടിലേക്ക് വന്ന് കാണുമ്പോഴാണ് ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ അഞ്ചുങ്ങനെ വെയിറ്റിങ്ങിലാണ്, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ വാങ്ങിച്ചില്ലേ, വരുന്നില്ലേ, എവിടെ വരെയായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ നമ്മുടെ പഴയ ഫ്രിഡ്ജ് ഇതാ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ പഴയ ഫ്രിഡ്ജ് ഇതാ കിടക്കുന്ന സ്ഥലം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ തന്നെ വെക്കാനാണ് ഇഷ്ടം, പുതിയ ഫ്രിഡ്ജും. പക്ഷെ അവിടേക്ക് എന്തായാലും പോകില്ല, കാരണം നമ്മുടെ ഫ്രിഡ്ജ് ഒരു കബേർഡ് ടൈപ്പ്, അലമാരി ടൈപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തായിട്ട് ആ ഫ്രിഡ്ജിനെ മാറ്റി നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊക്കെ ഇടാം. കിച്ചണിൽ തന്നെ ഇടാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കിച്ചണിലേക്ക് അത് കയറുമെന്ന് ഡൗട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴയ ഫ്രിഡ്ജിനെ കിച്ചണിൽ നിന്ന് ഹോളിലേക്ക് കടത്തി. അതുപോലെ കിച്ചണിലുണ്ടായിരുന്ന ഓർഗനൈസർ അതെല്ലാം കൗണ്ടർ ടോപ്പിലേക്കൊക്കെ ഓരോരോ അതിൻ്റെ ഡ്രോവറുകളായിട്ട് മാറ്റിയൊക്കെ വെച്ച് അവിടെ സ്പേസ് ഉണ്ടാക്കി. നമുക്ക് ഇട്ട് നോക്കാം, അവിടെ ഇടാൻ പറ്റണമെങ്കിൽ അവിടെ ഇടാം, അല്ലെങ്കിൽ ഹോളിൽ തന്നെ ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ സ്പേസ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ഇതാ ഇവിടെയായിരുന്നു നമ്മുടെ പഴയ ഫ്രിഡ്ജ്. അപ്പോൾ അഞ്ചങ്ങനെ വെയിറ്റിങ്ങിലാണ് പുതിയ ഫ്രിഡ്ജ് വരുന്നത് നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെറ്റിങ്സൊക്കെ കുറച്ച് ചെയ്തേപ്പിക്കും തന്നെ നമ്മുടെ ഇതാ പുതിയ ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ 3-4 പേര് വന്നിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ച് ഹെവി ആണല്ലോ നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ അവർ 3-4 പേരും കൂടെ ഒരുമിച്ച് ഇതാ വണ്ടിയിൽ അത് കൊണ്ടുവന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ കേട്ടോ നമുക്ക് റൂമിലേക്ക് കടത്തിയിട്ട് അൺബോക്സിങ് ഒക്കെ ചെയ്ത് തരുന്നത്. കാരണം ഇത്രയും വലിയ ഫ്രിഡ്ജ് ആകുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്താൽ നമുക്കത് ഇടേണ്ട സ്പേസിലൊക്കെ പ്രോപ്പർലി ഇടണമെങ്കിൽ അവരുടെയും കൂടെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് തന്നെ അത് അൺബോക്സ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കാർഡ്ബോർഡ് കാര്യങ്ങളെല്ലാം മാറ്റി അവർ ഹോളിനകത്ത് തന്നെ ജസ്റ്റ് ഇട്ടു. അതിനുശേഷം പിന്നെ നമുക്ക് എവിടെ ഇടണ്ടേന്നുള്ളത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം കിച്ചണിൽ ഇടാനായിരുന്നു. അപ്പോൾ കിച്ചണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിച്ചണിൽ ഓക്കെ ആണെങ്കിൽ കിച്ചണിലിടാം, അല്ലെങ്കിൽ ഹോളിലിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കിച്ചണിൽ അളവ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും തോന്നി അത് അവിടെ ഇടാൻ പറ്റുമെന്ന്. അങ്ങനെ കിച്ചണിലേക്ക് ഫ്രിഡ്ജിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കിച്ചണിൽ കൊണ്ടുപോയി നമ്മൾ നോക്കുമ്പോൾ കിച്ചൺ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് വരുന്നു. അതുപോലെ നമുക്ക് ഫ്രിഡ്ജ് തുറക്കാനൊക്കെ ആയാലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ച് ഹോളിൽ തന്നെ കൊണ്ടുവന്ന് ഇടാമെന്നും പറഞ്ഞ് അങ്ങനെ ഹോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം നിലവിൽ നമ്മൾ ഫ്രിഡ്ജ് ഇട്ടിരിക്കുന്നത് ഹോളിലാണ്. ഹോളിലാകുമ്പോൾ നമുക്ക് പിന്നെ യാതൊരു തടസ്സവും ഇല്ല, ഇനഫ് സ്പേസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കിച്ചണിലായാലും ഒരു പ്രോബ്ലം ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലേക്ക് ട്രൈ ചെയ്തെങ്കിലും തിരിച്ച് ഹോളിൽ തന്നെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ അവിടെ ഓക്കെ ആയിട്ട് ഞങ്ങൾക്കും തോന്നി. അങ്ങനെ ഹോള് തന്നെയാണ് പ്രോപ്പർ പ്ലേസ് എന്ന് തോന്നി. അങ്ങനെ അവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ഡെമോക്കെ ആയിട്ട് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ കറണ്ട് പോയി. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു ഫ്രിഡ്ജിനകത്ത് പല സ്ഥലത്തായിട്ട് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്തവർ കൊണ്ടുവന്ന സമയത്തൊക്കെ ഉള്ള സ്റ്റിക്കേഴ്സ് കേട്ടോ. പുതിയ ഫ്രിഡ്ജ് ആകുമ്പോൾ പലയിടത്തും അങ്ങനെ സ്റ്റിക്കേഴ്സുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റാൻ, കറണ്ട് പോയിരിക്കുന്ന ഈ സമയത്ത് അതെല്ലാം മാറ്റാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോന്നോരോന്നായിട്ട് വലിച്ചു പറിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ മാറ്റി മുഴുവൻ തീർന്നില്ല, എങ്കിലും അതിന് മുൻപായിട്ട് തന്നെ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതാ പിന്നെ ചേട്ടൻ കൺട്രോൾ പാനലിൽ നമ്മൾ ചെയ്യേണ്ട ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്. എങ്ങനെ ഇത് നമുക്ക് കൺവേർട്ടബിൾ ആക്കാൻ പറ്റും എന്നുള്ളതും, അതുപോലെ എത്ര സമയം നമുക്ക് ഇതിൻ്റെ ഡോറ് തുറന്നു വയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി മോഡുകളുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീസറിന് നമുക്ക് വേണമെങ്കിൽ
ഫ്രിഡ്ജ് ആക്കാം. പിന്നെ നമ്മൾ ഹോളിഡേയ്സ് കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വെക്കേഷൻ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിടണമെങ്കിൽ അധികം ഇലക്ട്രിസിറ്റി ഒന്നും ആവില്ല, പക്ഷേ ഫ്രിഡ്ജ് വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഫ്രീസറിലാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പവും വലിയ ഫ്രീസർ അതേപോലെ തന്നെ ഫ്രീസറിൻ്റെതായ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഫ്രിഡ്ജിനെ നമുക്ക് വളരെ ലോ ആയിട്ട് ഇടാനും പറ്റും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒത്തിരി സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ നമുക്ക്. देगा यहाँ पे एक बीप की आवाज आएगी. ठीक है मैम, ये आपका कन्वर्ट हो गया है फ्रिज में और आपको ऑफ करना है. फ्रीजर आपका फ्रिज में कन्वर्ट हो जाएगा. അപ്പോൾ അങ്ങനെ ഡെമോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ പോയി കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ പോയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടോ ഇനി ഈ സാധനങ്ങളൊക്കെ വെക്കേണ്ടതൊക്കെ വെക്കാമെന്ന്. അപ്പോൾ അതുവരെ നമ്മളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങളിതാ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഹോൾ റൂമിൽ തന്നെയാണ്. കിച്ചണിൽ നിന്ന് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് തന്നെ ഇട്ടു. കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്, നല്ലപോലെ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒരു ബുദ്ധിമുട്ട് കൂടാതെ തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. കിച്ചണിലാകുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വെച്ചിരിക്കുന്ന രീതി ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിന്റെ ഉൾവശം നമുക്ക് കാണാം. കണ്ടല്ലോ, ഫ്രിഡ്ജ് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിച്ചോളൂ. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് ഇത് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് എന്തോരം സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് വെക്കേണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പോകും. അതുപോലെ ചിലപ്പോൾ ഞാൻ ഓർക്കും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ സ്റ്റോറിങ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് വീഡിയോ കാണിക്കണമെങ്കിൽ തന്നെ നമ്മുടെ മുൻപത്തെ ഫ്രിഡ്ജാകുമ്പോൾ നമുക്ക് അത്രയ്ക്കും കാണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇനി സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇങ്ങനെ എല്ലാ തട്ടുകളും ഈക്വലി ഡിവൈഡ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 20 സ്ലൈഡ്സുകളുണ്ട്. ഇവിടെ ഡോർ സൈഡിൽ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഡോർ സൈഡിൽ ഈക്വലി 5 എണ്ണം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലും 5 എണ്ണം ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്. ഇവിടെ ഈ സൈഡ് മൊത്തം ഫ്രിഡ്ജും ഈ സൈഡ് ഫ്രീസറും ആണ് കേട്ടോ. അപ്പോൾ ഫ്രീസർ നമുക്ക് എപ്പോഴെങ്കിലും ഫ്രിഡ്ജ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജും ആക്കാൻ നമുക്ക് കൺവേർട്ടബിൾ ആണ്. നമ്മുടെ ചെറിയൊരു ഫാമിലിക്ക് വെക്കേണ്ട എല്ലാ ഐറ്റംസുകളും ഇതിനകത്ത് വരും കേട്ടോ. നല്ല ലാവിഷ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഇതിനകത്ത് 2 ബോക്സ് ഉണ്ട്. ഫ്രീസർ സൈഡിൽ 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും നോൺ വെജ് കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. അതേപോലെ ഈ സൈഡിൽ വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലും ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണുമ്പോൾ തന്നെ ഓർമ്മ വരുമല്ലോ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ എവിടെ ഉണ്ട് നമുക്ക് ഇതെടുത്ത് വെക്കാന്നുള്ളത്. അവിടെ ഞാൻ ബോക്സിനേക്കാളും കൂടുതൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെയാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് സ്ഥലമുണ്ട്, നമ്മളധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുകളിലേക്കൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ 1 മിനിറ്റ് കൂടുതൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് കൂടുതൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാതിരിക്കുന്നത് നല്ലത്. ദാ ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാലോ. ദാ അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ അടച്ചിരിക്കണം. അങ്ങനെയാണ് നമുക്ക് ഡെമോ കാണിച്ചത് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ബീപ്പ് സൗണ്ട് വന്നാൽ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലോസ് ആക്കണം. അതിനകത്തുനിന്നുള്ള കൂളിംഗ് എല്ലാം പുറത്തു പോവുകയാണ്. നമ്മൾ 1 മിനിറ്റ് കൂടുതൽ തുറന്നു വെക്കുമ്പോൾ അത് നമ്മുടെ നോർമൽ ഫ്രിഡ്ജ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നോർമൽ ഫ്രിഡ്ജിൽ അങ്ങനെ ബീപ്പ് സൗണ്ട് വരാറില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഉള്ളിലേക്ക് വെക്കേണ്ട ഐറ്റംസൊക്കെ വെക്കുന്നവരെ നമ്മൾ തുറന്നൊക്കെ വെക്കാറുണ്ട്. പക്ഷേ എത്രയും വേഗത്തിൽ തുറന്ന് വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ച് വേഗം തന്നെ നമ്മൾ ഫ്രിഡ്ജ് അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മൾ അടച്ചതിന് ശേഷം നമുക്ക് വീണ്ടും തുറക്കണമെങ്കിൽ തുറക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തേക്കണേ. നമ്മൾ വലിയ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അരിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, പൗഡറൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ, അതുപോലെ പിക്കിളിൻ്റെ പാക്കറ്റ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇവിടെ ഡോർ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആയാലും അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ പച്ചക്കറികൾ കാര്യങ്ങൾ,
ഇവിടെ നോൺ വെജ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട മറ്റ് ഐറ്റംസ് കേട് വരാതെ നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ അഞ്ജുവിൻ്റെ വക ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം അഞ്ജു സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഇതാ ഇവിടെയാണ് കേട്ടോ. ഇതിനകത്ത് അഞ്ജുവിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ കശുവണ്ടി, ബദാം, പിസ്ത അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഇങ്ങനത്തെ പാക്കറ്റുകളിലാക്കി തേങ്ങ വറുത്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ ഐറ്റം കഴിയാറായി, ഇനിയിപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ആ സോസ്, ടൊമാറ്റോ സോസും ചില്ലി സോസ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ഇതാ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഫ്രിഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് അടയ്ക്കട്ടെ ഇനി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പുതിയ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.